പാർട്ട് 2 ആയിട്ട് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിപ്രാണാം ഭോജനീർ ഹോമൈഹി പ്രോക്ഷണീയൈരഹർനിശം എല്ലാവിധ സഞ്ചയങ്ങളോടും കൂടി രാവും പകലും പൂജ ചെയ്താലും ഒരു വർഷം പൂജ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം ദേവി മാഹാത്മ്യം ഒരു പ്രാവശ്യം വായിക്കുന്നതാണ് എന്ന് ദേവി പറഞ്ഞു. പ്രീതിർമേ ഹൃദേ സാസ്മിൻ സകർ സുചരിതേ സുതേ. സകൃത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ മാത്രം, പ്രീതിഹി മേ എനിക്ക് പ്രീതികരം, ക്രിയതേ സാ അസ്മിൻ ഏതൊരുവനാണോ ഒരു പ്രാവശ്യം, സകൃത് ഒരിക്കൽ, സുചരിതേ നന്നായിട്ട്, ശ്രുതേ ശ്രുതേ എന്ന് പറഞ്ഞാൽ കേൾപ്പിക്കുക, ദേവി മാഹാത്മ്യം കേൾപ്പിക്കുകയും ശ്രുതം കേൾക്കുകയും ചെയ്യുന്നത് അവന് ഹരതി പാപാനി അവൻ്റെ പാപങ്ങളെ മുഴുവൻ ഹരിക്കുന്നു. കൂടാതെ തഥാ ആരോഗ്യം പ്രേച്ഛതി അവൻ ആരോഗ്യവും ഉണ്ടാകുന്നു. അപ്പോൾ ഏതൊരുവനാണോ ഈ ദേവി മാഹാത്മ്യത്തെ വായിക്കുന്നത് അവൻ്റെ പാപങ്ങളെ മുഴുവൻ നശിക്കുന്നു, ആരോഗ്യവും ഉണ്ടാകുന്നു എന്നും കൂടെ അതിൻ്റെ കൂടെ ശ്രുതാംഹരതി പാപാനി തഥാരോഗ്യം പ്രേച്ഛതി. അതിൻ്റെ ബാക്കി രക്ഷാം കരോതി ഭൂതേഭ്യോ ജന്മന കീർത്തനം മമാം. ജന്മനാങ്കീർത്തനം എന്ന് പറഞ്ഞാൽ എൻ്റെ അവതാര കീർത്തനങ്ങളെപ്പറ്റി ഓരോ ഇതിനും ഓരോ അസുരന്മാരെ കൊല്ലുമ്പോഴും ഓരോ യുദ്ധനീതിക്കും ഓരോരോ ദേവിമാരായിട്ടാണ് അവതരിക്കുന്നത്. ദേവി തമോ ഗുണപ്രധാനി, രജോ ഗുണപ്രധാനി, സത്വഗുണപ്രധാനികളായിട്ടുള്ള ദേവിമാരാണ്. അതാണ് എൻ്റെ അവതാര കീർത്തനങ്ങളെ ചെയ്താൽ ശത്രുക്കളിൽ നിന്ന് ഭയമുണ്ടാകുകയില്ല എന്നാണ്. രക്ഷാങ്കരോതി ഭൂതേഭ്യോ ജന്മനാം കീർത്തനം മമ യുദ്ധേഷു ചരിതം യദ്മേ യത് മേ യന്മേ. ദുഷ്ടദൈത്യ നിബർഹണം ദുഷ്ടന്മാരെയും ദൈത്യന്മാരെയും കൊല്ലുന്ന സമയത്ത് ദേവിയുടെ അവതാരങ്ങൾ ചണ്ഡികയായിട്ടും കാളിയായിട്ടും ഓരോരോ നാരസിംഹിയായിട്ടും വാരാഹിയായിട്ടും ഒക്കെ അവതരിക്കുന്നുണ്ട്. അപ്പം ഈ അവതാരങ്ങളെപ്പറ്റിയൊക്കെ കീർത്തിക്കുന്നത് നമ്മളുടെ ആരോഗ്യത്തെ ഉണ്ടാക്കുകയും യുദ്ധങ്ങളിലൊക്കെ പേടിയില്ലാതെയാക്കുകയും ദുഷ്ടന്മാരെ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ദേവി പറഞ്ഞു. അടുത്ത ശ്ലോകം തസ്മിൻ ശ്രുതേ വൈരികൃതം ഭയം പുംസാം ന ജായതേ യുഷ്മാഭി സ്തുതയോ യാശ്ച ബ്രഹ്മർഷിഭികൃതാകാം. ഈ ദേവന്മാരൊക്കെ വൈരികൃതം ശത്രുഭയം, ശത്രുക്കളാൽ ഉണ്ടാകുന്ന ആ ഭയം പുംസാം മനുഷ്യർക്ക് ഇല്ലാതെയാകുന്നു. ദേവി മാഹാത്മ്യം പഠിക്കുകയും കേൾക്കുകയും കേൾപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട്. അപ്പം 3 സ്തുതികളുണ്ടല്ലോ നമ്മളുടെ ഇതിൽ. ഒന്നാമത്തെ കാളരാത്രി സ്തുതി, അതായത് ബ്രഹ്മാവ് സ്തുതിക്കുന്ന പ്രഥമാധ്യായത്തിൽ ഒരു സ്തുതിയുണ്ട്. കൂടാതെ 4-ാം അധ്യായത്തിൽ ഒരു സ്തുതിയുണ്ട് ദേവന്മാർ സ്തുതിക്കുന്നത്. പിന്നെ 11-ാം അധ്യായത്തിൽ നാരായണീ സ്തുതിയുണ്ട്. അപ്പോൾ ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മർഷിഭികൃതാഹ തസ്മിൻ ശ്രുതേ വൈരികൃതം ശത്രുഭയം, ശത്രുക്കളിൽ നിന്നുള്ള ഭയമില്ലാതെയാക്കുന്നു. യുഷ്മാഭി സ്തുതയോ യാശ്ച എല്ലാവരും കൂടി ദേവന്മാരെല്ലാം കൂടെ ചേർന്ന് സ്തുതിച്ച ആ സ്തുതി, ആ 4-ാമത്തെ അധ്യായത്തിൽ സ്തുതിച്ച സ്തുതി. കൂടാതെ ബ്രഹ്മർഷിഭീകൃതാക രാത്രി സൂക്തം, അതാണ് ബ്രഹ്മാവ് ചെയ്തത്. അപ്പോൾ ആ ബ്രഹ്മാവ് സ്തുതിച്ച സ്തുതി ഇതൊക്കെ ചൊല്ലുന്നത് നമ്മളുടെ എല്ലാ ഭയത്തെയും ഇല്ലാതെയാക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ബ്രഹ്മണാചകൃതാസ്താസ്തു പ്രയച്ഛന്തി ശുഭാം മതീം അരണ്യേ പ്രാന്തരേ വാപി ദാവാഗ്നി പരിവാരിത. അതായത് ബ്രഹ്മണാചകൃതാസ്താസ്തു ബ്രഹ്മാവിനാൽ ചെയ്യപ്പെട്ട, പ്രയച്ഛന്തി ശുഭാമതി ശുഭമായ ബുദ്ധിയെ നൽകുന്നു. ബ്രഹ്മാവ് സ്തുതിച്ച ഈ സ്തുതിയൊക്കെ ചൊല്ലുന്നുണ്ട്. ഇനി അരണ്യേ പ്രാന്തരേ വാവി കാട്ടിലോ പുറത്തോ എവിടെയെങ്കിലും കാട്ടു തീയൊക്കെ ഉണ്ടാവില്ല, അതാ ദാവാഗ്നി, കാട്ടു തീയെയാണ് ദാവാഗ്നി എന്ന് പറയുന്നത്. കാട്ടു തീയോ
ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോൾ കാട്ടുതീയിൽ പെട്ടുപോവുകയോ കാട്ടിൽ പെട്ടുപോവുക, കാട്ടിൽ കൂട്ടം തെറ്റിപ്പോവുകയോ അല്ലെ മറ്റെവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും തരത്തിലുള്ള ബാധകൾ ഉണ്ടാകുക, അഗ്നിബാധയോ വെള്ളപ്പൊക്കമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അവിടെ നമ്മൾക്ക് ദേവി നമ്മളെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. ശുഭാം മതി, ശുഭമായ ബുദ്ധിയെ നൽകുന്നു ദേവി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെ മതി. ഒന്നും കൂടി വായിച്ച അർത്ഥം പറയാം. അഥ ശിവദേവി മാഹാത്മ്യേ ദ്വാദശാധ്യായ ദേവി മാഹാത്മ്യചരിതേ ശ്ലോകം 19 മുതൽ 24 വരെ. സർവം മമൈതന്മാഹാത്മ്യം മമ സന്നിധികാരകം പശുപുഷ്പാർഘ്യധൂപൈശ്ച ഗന്ധദീപൈസ്തഥോത്തമൈഃ വിപ്രാണാം ഭോജനൈർഹോമൈഃ പ്രോക്ഷണീയൈരഹർനിശം അന്യൈശ്ച വിവിധൈർഭോഗൈഃ പ്രധാനൈർവത്സരേണയാം പ്രീതിർമേ ക്രിയതേ സാസ്മിൻ സകൽ സുചരിതേ ശ്രുതേ ശ്രുതം ഹരതി പാപാനി തഥാരോഗ്യം പ്രയച്ഛതി രക്ഷാം കരോതി ഭൂതേഭ്യോ ജന്മനാം കീർത്തനം മമ യുദ്ധേഷു ചരിതം യന്മേ ദുഷ്ടദൈത്യനിബർഹണം. ആ ദേവിയും ദൈത്യന്മാരുമായിട്ടുണ്ടായിരുന്ന യുദ്ധത്തെ പറ്റിയൊക്കെ കീർത്തിച്ചാൽ അതെല്ലാം നമ്മളുടെ എല്ലാ ഭയങ്ങളെയും ഇല്ലാതെയാക്കുന്നു എന്നാണ് പറഞ്ഞ. ദുഷ്ടന്മാരെയൊക്കെ ദുഷ്ടശക്തികളെ ഇല്ലാതെയാക്കുന്നു. തസ്മിൻ ശ്രുതേ വൈരികൃതം ഭയം പുംസാം ന ജായതേ യുഷ്മാഭിസ്തുതയോ യാശ്ച ബ്രഹ്മർഷിഭികൃതാഃ ബ്രഹ്മണാ ച കൃതാസ്താസ്തു പ്രയച്ഛന്തി ശുഭാമതീം അരണ്യേ പ്രാന്തരേ വാപി ദാവാഗ്നിപരിവാരിതഃ. ഇനി ഇതിൻ്റെ അർത്ഥം മുഴുവനും കൂടെ അങ്ങനെ ഒന്നിച്ച് പറയാം, അപ്പം ഇതാവും. അതായത് ആദ്യം നമ്മൾ 18ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ എല്ലാ ദുർവൃത്തന്മാരുടെയും ദുരാചാരത്തെ ഇല്ലാതാക്കാൻ ദേവി മഹാത്മ്യത്തിന് കഴിവുണ്ട്. രക്ഷസുകളും ഭൂതങ്ങളും പിശാചുക്കളും ഒക്കെ അവരുടെയൊക്കെ ബാധകളെ അകറ്റാൻ ഈ ദേവി മഹാത്മ്യം പാരായണം ചെയ്താൽ മതി. എൻ്റെ മഹാത്മ്യം മുഴുവനും എൻ്റെ സാന്നിധ്യത്തോടു കൂടിയതാകുന്നു. പശു പുഷ്പ അർഘ്യധൂപങ്ങൾ ഗന്ധദീപങ്ങൾ ബ്രാഹ്മണ ഭോജനം ഹോമം പ്രോക്ഷണീയങ്ങളായ മറ്റു വകകൾ, അതായത് പൂജയ്ക്ക് പറ്റുന്ന ബാക്കി കാര്യങ്ങളെല്ലാം ദിനചര്യകൾ എല്ലാ ചര്യകളോടും കൂടി ഒരു വത്സരം രാപകൽ പൂജ നടത്തിയാൽ, രാവും പകലും പൂജ നടത്തിയാൽ എനിക്കുണ്ടാകാവുന്ന പ്രീതി എൻ്റെ ഈ മാഹാത്മ്യം ഒരിക്കൽ പാരായണം ചെയ്ത് കേട്ടാൽ ഉണ്ടാകും എന്ന് ദേവി തന്നെ നമ്മളോട് പറയുക ചെയ്തത്. പിന്നെ ഈ മാഹാത്മ്യം കേട്ടാൽ പാപങ്ങളിൽ നിന്ന് വിമുക്തനാവുകയും ആരോഗ്യവാനാവുകയും ചെയ്യുന്നു. എൻ്റെ ജന്മത്തെ പറ്റിയുള്ള കീർത്തനങ്ങൾ ഭൂതാദികളിൽ നിന്ന് രക്ഷപ്പെടുത്തും. ദുഷ്ടന്മാരായ അസുരന്മാരെ കൊന്നൊടുക്കിയ എൻ്റെ യുദ്ധചരിതം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ശത്രുക്കൾ മൂലമുണ്ടാകുന്ന ഭയം ഉണ്ടാകുന്നതല്ല. നിങ്ങളിപ്പോൾ എന്നെ കീർത്തിച്ച ഈ സ്തുതികളും മഹിഷാസുരനെ വധിച്ച ശേഷം ബ്രഹ്മർഷികൾ ചെയ്ത സ്തുതികളും മധുകയുടെ വധാർത്ഥം ബ്രഹ്മാവ് നടത്തിയ സ്തുതികളും നിത്യവും പാരായണം ചെയ്യുന്നതും കേൾക്കുകയും ചെയ്താൽ ശുഭമായുള്ള അവസ്ഥയെ പ്രാപിക്കും. ഇത്രയും മതി ഇന്ന്. ബാക്കി പിന്നെ നോക്കാം. അപ്പോൾ ദേവി മഹാത്മ്യത്തിൻ്റെ പ്രാധാന്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇത് 23 ശ്ലോകം 24ാമത്തെ ശ്ലോകം അരണ്യേ പ്രാന്തരേ വാപി, അത് പറഞ്ഞില്ലേ ഞാൻ. അരണ്യേ പ്രാന്തരേ വാപി ദാവാഗ്നി പരിവാരിതഃ എന്ന് പറഞ്ഞാൽ അരണ്യം കാട്ടിലോ കാട്ടുതീയിലോ പെട്ടുപോയാലും അവിടെയൊക്കെ നമുക്ക് അതിൽ നിന്നൊക്കെ ദേവി നമ്മളെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിർത്താം. ഇതോടുകൂടി ഇന്നത്തെ ദേവി മഹാത്മ്യ പഠനം കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരിയും സകലം ശ്രീ ദേവ്യാർപ്പണമസ്തു. അമ്മേ നാരായണ അപരാധ സഹസ്രാണി ക്രിയന്തേ കർണിശമ്മയ ദാസോയമിതി മാമത്വ ക്ഷമസ്വ പരമേശ്വരി.